പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രത്യേകമായ ഒന്ന് രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ കൂടിയാണ്. ഈ ഏപ്രിൽ മാസം 3-4 തീയതികളിൽ ജാർഖണ്ഡിലുള്ള ജംഷഡ്പൂരിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു. കർത്താവ് അവിടുത്തെ ശുശ്രൂഷയിലേക്ക് എന്നെ നിയോഗിക്കുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് ഏപ്രിൽ മാസം 3-4 തീയതികളിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മാസം 8-9 തീയതികളിൽ കടമ്പനാട് വെച്ച് അടൂരിൽ, പത്തനംതിട്ട ജില്ലയിൽ അടൂരിലുള്ള കടമ്പനാട് വെച്ചിട്ട് നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്നു. സ്റ്റാർ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്, പ്രത്യേകിച്ച് 7-ാം മൈലിലുള്ള ഈ സ്റ്റാർ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് 8-9 തീയതികളിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിൽ കഴിയുന്നവരൊക്കെ കടന്നു വരികയും വേണം. നിങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഏപ്രിൽ 12-13 തീയതികളിൽ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ കട്ടപ്പനയിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു. ഇടുക്കി ജില്ലയിൽ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവരൊക്കെയും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയുന്നവരൊക്കെയും കടന്നു വരണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, ഏപ്രിൽ മാസം 17 മുതൽ 20 വരെയാണ് പെസഹ മുതൽ ഈസ്റ്റർ വരെയുള്ള ദിനത്തിൽ കൊട്ടാരക്കരയിൽ വെച്ച് പ്രത്യേകമായ വിടുതലും ശുശ്രൂഷയും രോഗശാന്തിക്കുള്ള പ്രാർത്ഥനയും ദൈവജന ശുശ്രൂഷയും സുവിശേഷ യോഗവും നടത്തുവാൻ നാം ആഗ്രഹിക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, മെയ് മാസം 1-2 തീയതികളിൽ കുവൈറ്റിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു. എൽ ഷദായ് മിനിസ്ട്രി ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മീറ്റിങ്ങിലേക്ക് കുവൈറ്റിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മെയ് മാസം 14, 15, 16 തീയതികളിൽ ബഹ്റിനിലും ആത്മീക ശുശ്രൂഷകൾ നടത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മെയ് മാസം 10, 11, 12 തീയതികളിൽ ഖത്തറിലും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു. ഖത്തറിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ നടത്തപ്പെടുന്ന സുവിശേഷ യോഗങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ മർക്കോസ് 1:15 ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ അന്ത്യകാല ഉണർവിൻ്റെ ഭാഗമായി നിൽക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിൽക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അത് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരും.